സിമ്പിളായി ഒരു മണിപ്പുട്ട് സെറ്റ് ചെയ്താലോ? എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബൗളിലേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ വിതറി നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ വെള്ളം വേണം. ഞാനിത് ഇച്ചിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം കയ്യിലൊരല്പം വെളിച്ചെണ്ണയും കൂടി തൂത്ത് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. പക്ഷേ ഇത് ഈ പാത്രത്തിന് വീതി കുറവായതുകൊണ്ട് ഞാൻ വിസ്താരമുള്ളൊരു സ്റ്റീൽ പാത്രം എടുത്തു. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇപ്പോൾ കുഴച്ചു, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കയ്യിലൊരല്പം വെളിച്ചെണ്ണയും കൂടി തൂത്ത് ഞാൻ ബോൾസ് ആയിട്ട് ഇതുപോലെ ആക്കിയെടുത്തു. ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിനൊക്കെ കുഞ്ഞ് ബോൾസ് ആക്കിയെടുക്കാം. ഞാനിത് ചട്ടപ്പൊടിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് ഇത് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ബോൾസും കൂടി ഇട്ടു. ഇനി അതൊരല്പം തേങ്ങയും കൂടി മുകളിൽ വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ആവിയൊക്കെ വന്ന് തുടങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബോൾസ്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് അത് തുറക്കുമ്പോൾ തന്നെ ആവി വരുന്നത് കണ്ടോ. ഇത് ആ പാത്രത്തിലേക്ക് ഇടുമ്പം ഒരു പീസ് പോലും ഉടഞ്ഞു പോകാതെ കറക്റ്റ് ബോൾസിൻ്റെ എല്ലാം ഷേപ്പിൽ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് വലിയ കുറ്റിയിലും കൂടെ പുട്ടും കുറ്റിയിലും കൂടി ഇട്ടു. അത് കണ്ടോ, നിറച്ചിട്ടു. പക്ഷേ അത് മുക്കാലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മണിപ്പുട്ട്. ഇത് ഞാൻ ചിക്കൻ കറിയുടെ കൂടിയാണ് സെർവ് ചെയ്യുന്നത്. ചിക്കൻ കറിയുടെ വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട്. കുട്ടികളെ പറ്റിക്കാനായിട്ട് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മണിപ്പുട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.